കമ്മ്യൂണിറ്റി ആൾക്കാരില്ലേ, ഈ കമ്മ്യൂണിറ്റി ട്രാൻസ് വുമൻ്റെ ആയാലും ട്രാൻസ് മെൻ്റെ ലൈഫിലായാലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആവശ്യമുള്ള സംഭവങ്ങളെ അല്ല. പക്ഷേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യം മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനെന്നേ പറയുള്ളൂ. അതായത് ഒരു കാര്യം അതുകൊണ്ടില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇതിനെ യോജിക്കാം, യോജിക്കാതിരിക്കാം. ഞാൻ പറയാനുള്ള കാര്യം പറയും. നിലവിൽ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ ആളുകളെ ഇടയിൽ കാണുന്ന ഒരു സമ്പ്രദായമാണ് അമ്മ മക്കൾ ബന്ധം. ഈ സംഭവത്തിനോട് 100% എനിക്ക് വിയോജിപ്പാണുള്ളത്. അമ്മ മക്കൾ ബന്ധം എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു രീതിയിലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തിനാണ് അമ്മ മക്കൾ ബന്ധം? എന്തിനാണ്? അപ്പോൾ ഈ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറയണം. അപ്പം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, എന്തിനാണ് അമ്മ മക്കൾ ബന്ധം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട് വിട്ട് ഇറങ്ങി വരുന്ന ട്രാൻസ് വുമൺ ട്രാൻസ് മെൻ ആൾക്കാർക്ക് വീട്ടുകാരില്ല, കുടുംബമില്ല, ആരുമില്ല, ഒറ്റക്കാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അമ്മയാകുന്നു, കുടുംബം അതിൽ കുറേ സഹോദരന്മാരുണ്ടാകുന്നു. അപ്പോൾ ഒരു കുടുംബമാകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആൾക്കാർക്കുള്ളത്. എനിക്കൊരു അമ്മയെ കിട്ടി, എന്നെ സ്നേഹിക്കാൻ ഒരു അമ്മയായി, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു അമ്മയായി. അതുപോലെ ട്രാൻസ് വുമൺ ആയാലും എനിക്കൊരു മോനെ കിട്ടി അല്ലെങ്കിൽ മോളെ കിട്ടി, അപ്പോൾ എനിക്കൊരു മകനായി അല്ലെങ്കിൽ മകളായി. എനിക്ക് മക്കളുണ്ടാവില്ല, എനിക്ക് കുട്ടികളുണ്ടാവില്ല, അപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ മകനായി എന്നുള്ള സംഭവമാണ് അവർ പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ ഇത് തന്നെയാണോ ഉദ്ദേശം? ഞാൻ പറയുന്നു അല്ലെന്ന്. എനിക്കിതിനോട് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റുന്ന സംഭവമല്ല. കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഉദ്ദേശമാണ് അവർക്കുള്ളത് കേട്ടോ. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അമ്മ മക്കൾ ബന്ധത്തിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനും അപ്പോഴും ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കുറേ ട്രാൻസ്മെൻ ആൾക്കാർ പല ആൾക്കാരുടെയും മകനായിട്ട് അവരെ കൂടെ ജീവിക്കുന്നുണ്ട്, അവർ വീട്ടിൽ ജീവിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യത്തിൽ അമ്മയും മകൻ തന്നെയാണോ ബന്ധം? അതല്ല വേറെ വല്ല ബന്ധമുണ്ടോ? ഒരുപാട് ഇൻസ്റ്റാ റീൽസ് നോക്കുകയാണെങ്കിൽ അതിലൊന്നും ഒരു അമ്മ മകൻ ബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും അമ്മയും മകനും അങ്ങനെയൊക്കെ റീൽസ് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഒരു നല്ല അമ്മയും മകനും അങ്ങനെ ചെയ്യും. റീൽസ് ചെയ്യും അമ്മയും മക്കളും, പക്ഷെ നല്ലൊരു അമ്മയും മക്കളൊന്നും ആ രീതിയിൽ റീൽസൊന്നും ചെയ്യില്ല. പല രീതിയിൽ റീൽസും കാണാറുണ്ട് അമ്മയും മകനും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു ബന്ധമല്ല. ആ രീതി നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ റീൽസ് ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ട്രാൻസ്ജെൻഡർ ആൾക്കാർ എന്തിനാണ് അമ്മയും മകളും ആക്കണം എന്നുള്ള കാര്യത്തിൽ. ഇവരൊരു ചടങ്ങുണ്ട്, ഈ അമ്മയും മകനും ആകുന്നൊരു ചടങ്ങ്. ആ ചടങ്ങ് ഹിജറ കൾച്ചർ പ്രകാരം ഏതെങ്കിലും ഒരു വർഷപൂജയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലസയോ വരുന്ന സമയത്ത് ഇവരൊരു മകനെയോ മകളെയോ എടുക്കുന്നു. എങ്ങനെയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ ഇവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും, തിരിച്ചിങ്ങോട്ടും ഇവർക്കുള്ള ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ പാൻറ്റോ അല്ലെങ്കിൽ മുണ്ടോ അങ്ങോട്ടും തിരിച്ചതേപോലെ ഒരു തലികയിൽ സാരി കുറേ സാധനങ്ങൾ കൊടുക്കുന്നു. ഇവർ ഇതെൻ്റെ മകനാക്കി, ഇതെൻ്റെ മകളാക്കി എന്നുള്ളത് ആ ജമായത്ത് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് വിളിച്ച് പറയാണ്. അപ്പോൾ മകനായി അല്ലെങ്കിൽ മകളായി. ഇനി എനിക്ക് ഈ മകളെ വേണ്ട, ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെ ചെയ്യണം? നിങ്ങൾക്ക് ഒരു വെറ്റില കൊണ്ടെടുക്കും, അതങ്ങ് 2 കഷ്ണമായിട്ട് അങ്ങ് കീറിക്കളയും. എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കി. അതുള്ള അവരുടെ ബന്ധം. അപ്പോൾ വെറ്റില മുറിച്ച് കളയേണ്ട ഒരു ബന്ധമേ ഉള്ളൂ ഇവർ ഏത് മകനെയും മകളെ എടുത്താലും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു പാരൻസ് ഒരു വെറ്റിലെടുത്ത് മുറിച്ച് കളയണ ബന്ധമാണോ സ്വന്തം ജനിപ്പിച്ച മക്കളോടുള്ളത്? അപ്പം അത്രയേ ഉള്ളൂ കമ്മ്യൂണിറ്റിയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ അമ്മയും മക്കളുള്ള ബന്ധം. കുറേ ആൾക്കാർ അമ്മയും മകനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അവരൊന്നും ഇപ്പോൾ അമ്മയും മകനും അല്ല, അല്ലെങ്കിൽ അതേപോലെ തന്നെ അമ്മയും മകളും അല്ല. ഇഷ്ടത്തിന് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അതായത് ഒരു ടൈമിൽ അങ്ങോട്ട് തോന്നുകയാണ് എനിക്ക് മോനാവണം അല്ലെങ്കിൽ മോളാവണം അല്ലെങ്കിൽ എനിക്ക് അമ്മയാക്കണം. അവരുടെ കൂടെ നിൽക്കും, അവരുടെ കൂടെ അങ്ങനെ കുറേ റീൽസും ചെയ്ത് അവരുടെ കൂടെ അങ്ങനെ ലാവിഷായി ജീവിക്കും. പിന്നെ വേണ്ടാന്ന് തോന്നുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകും. ഇതാണ് അത്. പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ സംഭവിക്കുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കുറ്റം പറയും. ആ അമ്മ അങ്ങനെ ആയിരുന്നു, ആ അമ്മ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അമ്മ പറയും മകൻ ഇങ്ങനെ ആയിരുന്നു, ഇതാണ്
ഒരു കൂടുതലായിട്ട് കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ, ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ അമ്മയായിട്ടുണ്ട്, കുറേ ആൾക്കാർ മക്കളായിട്ടുണ്ട്, മക്കളായി ഇപ്പോഴും മമ്മി കമ്മി കുമ്മി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെടുക്കുന്നുണ്ട്. അതൊന്നും ഒരു സ്നേഹം കൊണ്ടോ ഒരു യാഥാർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല. എല്ലാ ആൾക്കാരെ കാണിക്കാനുള്ളൊരു നാടകം, പക്കാ പച്ചക്ക് പറയണ നാടകമാണ്. നാടകത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു സത്യസന്ധതയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ ആൾക്കാർ റീൽസിൽ, ഇൻസ്റ്റയിലൊക്കെ എടുത്ത് നോക്കിയാലും ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും അയ്യോ എൻ്റെ മമ്മി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരെ കൂടെ അവരുടെ വീട്ടിൽ നിൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. എന്തൊരു സ്നേഹമാണോ! ആ സ്നേഹമൊന്നും ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ നോക്കി ആൾക്കാരെ പോലെ കൂടെ തന്നെയാണെന്നുള്ളത് ബെറ്റടിക്കുക. ഞാൻ ബെറ്റടിക്കുക അവരെ കൂടെ ഉണ്ടാവില്ല. ഒരാളുടെ മകനായി എന്ന് വിചാരിക്കുക. മകനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തി മമ്മീനെ വിളിക്കണം. അവരാരൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എൻ്റെ സഹോദരിമാരാണ്. അവരും എൻ്റെ എന്താ പറയുക, എന്നെ ബ്രദർ എന്ന് വിളിക്കുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞതിനപ്പുറം ചെയ്യാൻ പാടില്ല. നമ്മൾ അവരോട് ചോദിക്കണം എന്തും ചെയ്യാൻ. നമ്മൾ ആരെയും കാണണമെങ്കിലും അവിടെ പോകണം ഇവിടെ പോകണമെങ്കിലും എന്ത് കാര്യം ഇവരെ കോണ്ടാക്ട് ചെയ്താലേ നടക്കുകയുള്ളൂ. ഇനി അതെല്ലാം നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇവർ ഇൻഫോം ചെയ്യാതെ നിങ്ങൾ ചെയ്താണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. നിങ്ങളെക്കുറിച്ച് 100 കുറ്റവും പറയും, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതും പറഞ്ഞു നടക്കും. അതാണ്. കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല ഈ സംഭവം. നിങ്ങൾ ഈ അമ്മ മക്കളായി നിന്ന ആൾക്കാർ ബ്രേക്കപ്പായി എനിക്ക് ഞാൻ അമ്മയും വേണ്ട ആരും വേണ്ട നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു നോക്കി ഓല് പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടെന്ന്. 100 കുറ്റം എല്ലാവരോടും പറഞ്ഞെടുക്കും. അവൻ അങ്ങനെയായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, അവൻ അത് ചെയ്തു, അവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞെടുക്കും. അതാണ്. ഇഷ്ടം പോലെ ഉണ്ട് സംഭവങ്ങൾ. ഇങ്ങനെ ഒരു ഇപ്പോൾ ട്രാൻസ്മെൻ, ഞാൻ ഉദാഹരണം പറയുന്നത്, ട്രാൻസ്മെൻ ആയിട്ടുള്ള ആൾ അവർക്ക് സത്യത്തിലൊരു മമ്മിയുടെ ആവശ്യമുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു മമ്മിയുടെ ആവശ്യമില്ല. സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഒരു മമ്മിയുടെ ആവശ്യമില്ലാതെ തന്നെ ജീവിക്കാം. നമ്മൾ വിചാരിച്ചാൽ മതി. നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഞാൻ കണ്ട വേറെ കാര്യം പറഞ്ഞുതരാം. അച്ഛൻ അമ്മ എല്ലാവരും ഉള്ള ആൾക്കാരുണ്ട്. ട്രാൻസ്മെൻ ആയാലും ട്രാൻസ്മൺ ആയാലും ഒക്കെ ഉണ്ട്. എല്ലാവരും വീട്ടിൽ അക്സെപ്റ്റഡാണ്. എന്നിട്ടും കമ്മ്യൂണിറ്റി വന്നിട്ട് കണ്ട ട്രാൻസ്മെൻസിനെ കേട്ട് മമ്മീന്ന് വിളിക്കുന്നു, എൻ്റെ മമ്മി ആക്കുന്നു, റീത്തിട്ടിട്ട് മമ്മി ആക്കുന്നു. ഇത് റീത്തിടുക എന്നാണ് പറയുന്നത്. റീത്തിടുക പറഞ്ഞാൽ മരിച്ച ആൾക്കാർ വെക്കുന്ന റീത്തല്ല, ഇവരെ ഭാഷയിൽ ഇത് റീത്താണ്. പക്ഷെ അതൊരു കണക്കിന് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്, നമ്മളെ ശവമാക്കണ പരിപാടി തന്നെയാണ്. അത് സത്യത്തിൽ അതായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. റീത്തിടുക എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പം ഇവരെന്ത് ചെയ്യുന്നു? ആക്കുന്നു. എന്തിനാ അതിൻ്റെ ആവശ്യം? ഓൾറെഡി നമുക്കൊരു അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രാൻസ്മെൻസിന് നമ്മൾ പോയിട്ട് എന്തിനാണ് വെറുതെ ഒരു ഇതുണ്ടാക്കേണ്ട ആവശ്യം? എനിക്കറിഞ്ഞൂടെ എന്തിനാണെന്നുള്ളത്. കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കടന്നാണ്ട്. എന്നിട്ട് അവർ ചോറ് വാരി കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. എന്തൊരു സ്നേഹം! കണ്ടു കഴിഞ്ഞാലേ അറിയാം നാടകമാണെന്നുള്ളത്. ഇങ്ങനെ കുറേ നാടകങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് കാണാൻ നാടകം എന്ന് പറയാം. എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? അവനാൻ അധ്വാനിക്കാൻ കഴിവുണ്ട്, ശേഷിയുണ്ട്. അവനാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവിക്കാനുള്ള വഴി ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുക. കണ്ട ട്രാൻസ്മെൻസിനും കയറിയിട്ട് അവരെ വീട്ടിൽ പോയി താമസിച്ചിട്ട് പറയിപ്പിച്ച് അവരെ മമ്മി കിമ്മി കുമ്മി എന്നൊക്കെ വിളിച്ചാണ്ട് അവരെ കുറേ റീൽസും ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് കുറേ കഴിയുമ്പോൾ അതും വേണ്ട ഇതും വേണ്ട ബ്രേക്കപ്പായി പോകും. 100 കുറ്റം പറഞ്ഞ് എന്ത് വിലയിലുള്ളത്? ഇത് കാര്യം അതുകൊണ്ടില്ല. തീരുമാനം ചെയ്യുന്ന പരിപാടിയാണ്. കുറേ ട്രാൻസ്മെൻസിനെ മമ്മി എന്ന് വിളിക്കുന്നു. അതും കോമഡി അതൊന്നുമല്ല. ട്രാൻസ്മെൻ്റ് ഒരു 30 വയസ്സും മമ്മിക്ക് 25 വയസ്സ് 20 വയസ്സേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവരെ കയറിയിട്ട് മമ്മീന്ന് വിളിക്കുന്നു. എന്താ കഥ ഒന്ന് ആലോചിക്കുക. നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ മമ്മീന്ന്. ഏതർത്ഥത്തിലാണ് ഇവർ മമ്മിയാണ് പ്രായം കുറഞ്ഞ ആൾക്കാർ? എനിക്കറിഞ്ഞൂടാ. പ്രായത്തിൻ്റെ മാനദണ്ഡമല്ല എന്നാണ് ഇവർ പറയണത്. അപ്പം നമ്മളെക്കാളും വയസ്സ് കുറഞ്ഞ ആൾക്കാർ നമ്മൾ കയറിയിട്ട് ചേട്ടാന്നും ചേച്ചിന്നും വിളിക്കണ പോലെയാണ്. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ഒരു ഇത് വേണ്ട, നമുക്കൊരു കോമൺ സെൻസ് ഇല്ലേ ചില കാര്യത്തിൽ നമ്മളൊരു സെൻസ് നമ്മൾ യൂസ് ചെയ്യണ്ടേ? നമ്മളിങ്ങനെയൊക്കെ മാറി. സംഭവമൊക്കെ ശരിയാണ്, നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല, മാറി എന്ന് പറയുന്ന ആ ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് പലതരം കളികളാണ് നടക്കുന്നത്. അത് വേറെയാണ്, ഇത് വേറെയാണ്, എക്സ്ട്രീംലി ഡിഫറെൻ്റാണ്. ആ ഒറ്റൊരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്ന ആൾക്കാർ.
ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്തതിൻ്റെ അപ്പുറം എന്തൊക്കെ തോന്നിയാസമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടൂല. പറയേണ്ട കാര്യം വിളിച്ച് പറയുകയും ചെയ്യും. ഇതൊക്കെ പറയണത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. ഇനിയും ആൾക്കാർ കമൗട്ട് ചെയ്യും, ഇനിയും ആൾക്കാർ വരും. ഇതേ ഇതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരിക എന്ന് വിചാരിച്ചാൽ മതി. ഇനി വരുന്ന കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നേരെ വരിക, വന്നിട്ട് ഈ മമ്മീൻ്റെ അടുത്തോട്ടല്ല പോകേണ്ടത്. നിങ്ങൾ ആദ്യം പോകേണ്ട സ്ഥലം എന്താ അറിയോ? ഏതെങ്കിലും രജിസ്റ്റേർഡ് NGO, ട്രാൻസ്ജെൻഡർ LGBT NGOയിൽ പോവുക. ആദ്യം എടുക്കേണ്ടത് ട്രാൻസ്ജെൻഡർ ID കാർഡാണ്. നാഷണൽ ID കാർഡ് ഇമ്പോർട്ടൻ്റാണ്. അതെടുക്കുക. പിന്നെ നിങ്ങൾ പഠനം കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പഠനം കംപ്ലീറ്റ് ചെയ്യുക. അതിനുള്ള വഴികളൊക്കെ ഇഷ്ടംപോലെ സഹായിച്ചു തരും. ഗവൺമെൻറ് സപ്പോർട്ടാണ്. അതിന് ജോലി വേണമെങ്കിൽ അതും സഹായിച്ചു തരും. അതിനും NGO സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സ്വന്തം കാലിൽ എവിടെയെങ്കിലും കയറി നിൽക്കുക. ഇതുപോലത്തെ പരിപാടികളിലൊന്നും പോകരുത്. ജൽസ, വർഷപൂജ എന്നുള്ള അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളിൽ നിങ്ങൾ പോകാൻ പാടില്ല. അതൊന്നും നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടിട്ട് പോരാ. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകണില്ലേ ടൂർ അടിച്ചിട്ട്. നമ്മളിപ്പോൾ ടൂറിനൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ ടൂർ അടിച്ച് പോകും കാണാം. അങ്ങനെ വേണമെങ്കിൽ പോയിട്ട് കണ്ടിട്ട് വരിക എന്നല്ലാതെ അവിടെ പോയിട്ട് ആചാരങ്ങളിൽ നിൽക്കാനോ അതുമായി ബന്ധപ്പെട്ട് മമ്മിയാക്കാനോ അല്ലെങ്കിൽ മോനാക്കാനോ ആ സംഭവത്തിൽ നിൽക്കരുത്. ചാടിക്കഴിഞ്ഞാൽ പെട്ടതാണ്. പലതും വരും. അവിടെ പോയി നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാർ വാരി പിളർന്ന് ഞാൻ അത് ചെയ്തു തരാം, സർജറി ചെയ്ത് തരാം, കൂടെ നിൽക്കുക, ജോലി ശരിയാക്കി തരാം, അത് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ തരും. അതിനൊന്നും വീഴാൻ പോകരുത്. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. അതൊക്കെ ഐഡിയയാണ്, വല വീശാനുള്ള ഐഡിയകളാണ്. തിരിച്ച് പലതും നടക്കും. നിങ്ങൾ ഏതൊക്കെ രീതി ചൂഷണം ചെയ്യാൻ പറ്റും അതൊക്കെ ചൂഷണം ചെയ്യും. അതുകൊണ്ട് ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക, ജോലി മേടിക്കുക, ഒറ്റക്കാലിൽ നിൽക്കുക, ഒറ്റക്കാലിൽ ജീവിക്കുക. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ആൾക്കാരെ മോനാവാനോ മോളാവാനോ നിൽക്കരുത്. ജീവിതം നശിച്ചു പോകും. നിങ്ങളെ ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് മാറിയതിൻ്റെ ആ ജീവിതം നശിച്ചു പോകുമെന്ന് പറയുന്നു. വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ കാണുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ റീൽസും കാര്യങ്ങളിലും കയറിയിട്ട് ഇവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഇവർ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു, മമ്മിയാക്കുന്നു. എന്താണിതൊക്കെ? സ്വന്തം വീട്ടിലെ ആൾക്കാരോട് കാണിക്കണില്ലേ സ്നേഹം? എന്നിട്ട് ഇമാതിരി ആൾക്കാരെടുത്ത് പോയാണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതല്ലേ ആവശ്യം? നിങ്ങൾക്ക് വീട്ടിലെ എല്ലാവരും ഇല്ലേ? വീട്ടിലുള്ള ആൾക്കാരാണ് ഈ പരിപാടി ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ആൾക്കാരായിട്ട് അവരെ കുടുംബമായി കാണരുത്. ഞാൻ അതേ പറയുള്ളൂ. ഇത് കുടുംബമല്ല. നമ്മൾ ഫാമിലി കാര്യങ്ങൾ അതുപോലെ ഫ്രണ്ട്സ് ആ ഇതിലാക്കുക. അല്ലാതെ മമ്മി, സഹോദരി, സിസ്റ്റർ, നമ്മൾ സാധാരണ വേണം സിസ്റ്ററൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ പറഞ്ഞാലേ ചെയ്യുള്ളൂ, ഇവരെന്താണോ ഓർഡർ ചെയ്യണത് എന്നാലേ നമ്മൾ നടത്തുള്ളൂ, ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ കൺട്രോളിങ് സിസ്റ്റത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടതാണ്. അങ്ങനെ സംഭവത്തിലൊന്നും നിങ്ങൾ ഒരിക്കലും പോയി പെടരുത്. എന്തിനതിൻ്റെ ആവശ്യം? ആചാരമാണിത്. ആചാരം ഒരു സിസ്റ്റം കൊണ്ടുവന്ന ആചാരമാണ്. അതൊന്നും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും തരാൻ പോകുന്നില്ല. അത് നിങ്ങൾ നാളത്തേക്ക് നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഞാൻ എഴുതി ഒപ്പിട്ടെ. ആ ട്രാൻസ്മെൻറ്റിന് ചൂട് ഇങ്ങനെ വാരി കൊടുക്കണുണ്ട് കേട്ടോ. ഒരു മമ്മിക്ക് 10-25-20 വയസ്സേ ഉള്ളൂ. അവന് മമ്മിനേക്കാളും വയസ്സുണ്ട്. അപ്പോൾ അവൻ മമ്മി വാരി തരുന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസോ വീഡിയോ എന്താ ചെയ്ത്. അപ്പോൾ ചേട്ടാ നീ എന്താടാ ഈ ഇവരൊക്കെ കയറിയിട്ട് മമ്മീന്ന് വിളിക്കുക? അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ, എനിക്ക് മമ്മി വിളിക്കാൻ എൻ്റെ ഇഷ്ടമല്ല. അവരെൻ്റെ മമ്മിയാണ്. അതാണിത്. അവന് സ്വന്തമായിട്ട് ഒരു ഉമ്മ വരെ ഉണ്ട്. ആ ഉമ്മയുള്ള അവനാണ് പോയിട്ട് കണ്ട പെണ്ണുങ്ങളെ ട്രാൻസ്മെൻസിനെ കയറിയിട്ട് മമ്മീന്ന് വിളിക്കുന്നത്. എന്ത് കാര്യം! അതവൻ്റെ ഇഷ്ടമല്ലേ എന്ന് അവൻ പറയും. നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ എത്രത്തോളം മോശമുള്ള കാര്യം. നിങ്ങളിത് കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരും ഇതേപോലെ തന്നെ ചെയ്യും. എന്താ നമ്മുടെ കാര്യം? കാര്യം നേട്ടം എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന നേട്ടമാണ്. നേട്ടമില്ലാത്ത ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇത് നേട്ടം എന്താ? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ നിങ്ങൾ പറഞ്ഞു തന്നെ. അത് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് ഒരു പോസിറ്റിവിറ്റി എന്താ? നമ്മളൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ കാണിക്കുമ്പോൾ അതിനൊരു ബെനിഫിറ്റ് വേണം. അല്ലാതെ വെറുതെ കടന്നിട്ട് കാര്യമില്ല. അങ്ങനെ ആക്കാൻ കുറേ ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരാളെ മോനായതാണ് പണ്ട്.
തിരുവനന്തപുരത്ത് ആളെ പേര് ഞാൻ പറയണില്ല, പണ്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ എനിക്കറിയില്ലായിരുന്നു കാര്യങ്ങളൊന്നും. അന്ന് ഈ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ഭയങ്കര ക്ലോസ്ഡാണ്. പിന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അതിൻ്റെ അനുഭവം അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നിന്ന ആളാണ് ഞാൻ. ഇപ്പോൾ പണ്ട് ഈ പറഞ്ഞ ജൽസയ്ക്കും വർഷപ്പൂജ പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ, ഹിജറ കൾച്ചർ, എല്ലാത്തിനും ഞാൻ പോകാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ സർജറിക്കൊക്കെ മുമ്പാണ്. അന്ന് ട്രിവാൻഡ്രത്തുള്ള സമയത്തായിരുന്നു ഞാൻ ഈ ജൽസ വർഷപ്പൂജ എല്ലാം പോകും. അങ്ങനെ ഒരാളെ മമ്മിയായി, തിരുവനന്തപുരത്തുള്ള ഒരാളെ മമ്മിയായി. ആളെന്നെ മമ്മിയാക്കി. ഈ പറഞ്ഞ റീത്തൊക്കെ ഇട്ടിട്ട് കേട്ടോ. അത് ഒരു വലിയ സംഭവം. എന്നിട്ട് ഒരു മമ്മി ആയാൽ ഇനിയിപ്പോൾ ശരി, മമ്മിയായി, ഈ മമ്മിയുടെ റോൾ എന്താ? ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത്തോളം റീൽസിലൊക്കെ മമ്മിമാർ ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ മമ്മി എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, മമ്മി ആക്കിയെന്നേ ഉള്ളൂ. മമ്മിക്കൊരു 150 മക്കളുണ്ട് കേട്ടോ, വേറെ കാര്യം. ഇതേപോലെ റീത്തിട്ട 150 മക്കൾ വേറെയുണ്ട്. മമ്മി വിളിക്കൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ആ മോനെ എന്താ മോനെ വിശേഷം സുഖമാണെന്ന് ഒലിപ്പിക്കലുള്ളൂ. അങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ മമ്മി ഫോൺ എടുക്കുള്ളൂ. എന്നിട്ട് വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു മമ്മിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ആ മമ്മി? പേരിന് എനിക്ക് 500 മക്കളുണ്ട് പറഞ്ഞ് ഭയങ്കര ഞാൻ വലിയൊരു പരിവാറാണ്, വലിയൊരു കുടുംബമാണെന്ന് പറഞ്ഞ് നടക്കാൻ. ഞാനത് ഒഴിവാക്കി. ഇതൊക്കെയാണ് നടക്കുന്ന സംഭവം. എത്തതുകൊണ്ടൊക്കെ കാര്യം. ആ സമയത്ത് നിങ്ങൾ വേറെ വല്ല പണിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, പല ട്രാൻസ്മെൻ ആൾക്കാർ, ഈ ട്രാൻസ്മെൻസിൻ്റെ കേസ് എനിക്കറിയില്ല, അവരെങ്ങനെ പോയാലും ഒരു മമ്മി ആക്കും. അവരെത്ര തലയിൽ ഊതി കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അവർക്ക് മമ്മി എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവമാണ്. അവർ പറഞ്ഞാൽ ചെയ്യുള്ളൂ. അതിൻ്റെ ബേസിൽ വലിയ ബിസിനസ് ഉണ്ട് കേട്ടോ, പല ബിസിനസ് സമൂഹം നടക്കുന്നുണ്ട്. അതിൻ്റെ മറവിൽ നടക്കുന്ന ബിസിനസ് പറയുകയാണെങ്കിൽ നിർത്താൻ പറ്റില്ല. അമ്മാതിരി ബിസിനസ്സാണ് നടക്കുന്നത്. മമ്മിമാരാക്കിയിട്ടുള്ള ആൾക്കാർ ഇവരെ സെക്സ് വർക്കിന് പറഞ്ഞേക്കുന്നുണ്ട്, അതിൻ്റെ ഓഹരി ഇവർക്ക് കൊടുക്കണം. ഭിക്ഷാടനത്തിന് പറഞ്ഞേക്കുന്നുണ്ട്, അതിൻ്റെ ഓഹരി ഇവർക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ അതിനൊന്നും പറഞ്ഞേച്ചില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, കഥ വേറെയാണ്. അതൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ട്രാൻസ്മെന്മാരുടെ കേസ് പറയുകയാണെങ്കിൽ, ട്രാൻസ്മെന്മാർ മമ്മി ആക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ബ്രേക്കപ്പായി പോയിട്ടുള്ളൂ. അവരൊന്നും നിൽക്കില്ല. ട്രാൻസ്മെന്മാർ കുറേ കഴിയുമ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരങ്ങ് പോകും. പിന്നെ ഇവർ ഈ മകനായിട്ടൊന്നുമല്ല കാണുക. കുറേ കഴിയുമ്പോൾ ഇവർക്ക് മകനായിട്ടും കാണാനൊന്നും കഴിയില്ല. ഇവരുടെ ഉള്ളിൽ വേറെ കുറേ വൃത്തിയായിട്ട ചിന്താഗതികളുണ്ട്. കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ട്രാൻസ്മെൻ ആൾക്കാരോട് പറയാനുള്ളത്, ഇതൊന്നും നിൽക്കണ്ട. നിങ്ങളെ വീട്ടിലൊരു മമ്മി ഉണ്ടല്ലോ, നിങ്ങളെ സ്വന്തം അമ്മയോ അച്ഛനോ അതുപോലെ നിങ്ങളെ ഉമ്മയോ ആരാന്ന് വെച്ചാൽ അവരെ സ്നേഹിക്കുക. അവർ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിൽക്കുക. അല്ലാതെ ഈ മാതിരി പരിപാടിക്ക് നിന്ന് നിങ്ങൾ വെറുതെ നിങ്ങൾ സമയം കളയരുത്. ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ മമ്മിമാർക്കൊന്നും നിങ്ങളോട് സ്നേഹവുമില്ല, അതാണുള്ള സത്യം. ഒരു സ്നേഹങ്ങളോട് ഉണ്ടാവില്ല. പേരിന് ഇങ്ങനെ കാണുമ്പം ആ മോനെ ആ മോളെ എന്നാണ് കെട്ടിപ്പിടിച്ച് ഉമ്മക്കാനുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളോട് ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമൊക്കെ സ്വന്തം പേരൻസിനല്ലാതെ ആർക്കും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും അനാഥാലയത്തിലൊക്കെ പോയിട്ട് അങ്ങനെ പേരൻസിനെ ദത്തെടുക്കണം. എന്നാൽ അവർക്ക് കാണുമായിരിക്കും. അച്ഛന് ഇതേപോലെ മക്കൾ ഒഴിവാക്കിയ ആൾക്കാർക്ക് ഒരിക്കലും ചിലപ്പോൾ സ്നേഹം ഉണ്ടാവുമായിരിക്കും. അല്ലാതെ ഈ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ നിങ്ങൾ വിചാരിക്കണ മമ്മി എന്നാക്കിയാലൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടോ? ഒട്ടുമല്ല. 1% പോലും ഒരിക്കലും ആത്മാർത്ഥമായ സ്നേഹമില്ല. അതൊക്കെ നാടകമാണ്, വെറും നാടകം. എന്തൊക്കെ കിട്ടാനുള്ള നാടകം, എന്തൊക്കെ എന്താ പറയുക നേടിയെടുക്കാനുള്ള നാടകമായിട്ട് ഞാൻ കാണണം. അപ്പം ഇതൊക്കെ ഞാൻ തുറന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട്. പിന്നെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയുന്നത്. നെഗറ്റീവ് കമൻറ്റും വരാം, പോസിറ്റീവ് കമൻറ്റും വരാം, നോ പ്രോബ്ലം. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കാര്യങ്ങളൊക്കെ യുക്തിപൂർവ്വം ചിന്തിക്കുക. യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ.